വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. നാം എല്ലാവരും ഓരോ ദിവസവും അതിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചോ, എന്തുകൊണ്ട് ഇത്രയും രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേൽ എന്നുള്ള ചെറിയ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഇസ്രയേലിനെ എതിർക്കുമ്പോഴും എങ്ങനെയാണ് ഇസ്രയേൽ പിടിച്ചു നിൽക്കുന്നത്? അത് വളരെ അധികമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, യഹോവയുടെ ജനമാണ് ഇസ്രയേൽ. എന്നാൽ അവർക്കൊരു വ്യക്തമായൊരു ധാരണ ഉണ്ട്. എന്നാണെന്നറിയാമോ? അവരുടെ കയ്യിലുള്ള ആയുധത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. ഏത് സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന്, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളതും വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെടുത്ത് പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ ജയിച്ചിരിക്കും എന്ന്. അത്ര കോൺഫിഡൻറ്റോട് പറയുന്നു. കാരണം ഈ യുദ്ധത്തിൽ അവർ എന്നെ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇത് ദൈവമക്കളായ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വരാം, എന്നാൽ നാം അതിനെ ഡിഫെൻഡ് ചെയ്തേ പറ്റും. പ്രശ്നമില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം നമുക്കില്ല. പ്രശ്നത്തെ എതിർത്ത് നിൽക്കുവാനുള്ള ആയുധം നമ്മളിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ദൈവം നമുക്കങ്ങനെ ഒരു ആയുധം തന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം പ്രശ്നങ്ങളിൽ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വചനത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. രണ്ട്, ഈ വചനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും വ്യക്തമായിട്ടൊരു ദൈവ പൈതൽ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവന് ഓവർകം ചെയ്യാൻ പറ്റും. എന്നാൽ പലപ്പോഴും അത് മറന്നു പോയിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോകുന്ന ഒരു ക്രിസ്തീയ സമൂഹം, പ്രശ്നങ്ങൾ വരുമ്പോൾ വീണുപോയിട്ട് നിലവിളിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹം, പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തെയാണ് നാം കണ്ടുവരുന്നത്. ഒരിക്കലും ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ പ്രശ്നം വ്യത്യസ്തമാണ്. ആ പ്രശ്നത്തെ അവർ തന്നെ ഫേസ് ചെയ്യണം. എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് ആ പ്രശ്നത്തെ ജയമെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ വചനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റും. പ്രവചനം 55-ാം അധ്യായം 11-ാം വാക്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. അപ്പം ദൈവവചനം അത് ദൈവത്തിൻ്റെതാണ്. അത് ദൈവം അയച്ചു തരുന്നതാണ്. ആ വചനം ദൈവം എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടേ കടന്നു പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ദൈവവചനം കേൾക്കുന്നുണ്ട്, ഞാൻ ദൈവവചനം വായിക്കുന്നുണ്ട്, എന്നാലും ഞാൻ പരാജയപ്പെടുകയാണ്. നെവർ. ദൈവവചനത്തെ നമ്മുടേതാക്കി മാറ്റി, ദൈവവചനത്തെ നമ്മുടെ കയ്യിൽ അതിനെ ഇട്ട് താലോലിച്ച് അത് എൻ്റേതാക്കി മാറ്റുമ്പോൾ, അതിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. സാഹചര്യങ്ങൾക്കൊത്ത് ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എബ്രായരുടെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവവചനം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലമുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. നോക്കിയേ, ദൈവവചനത്തിൻ്റെ പവർഫുള്ള ഇരുവായ്ത്തലമുള്ള വാളാണ്. ഏത് ഹൃദയത്തിലേക്കും ഇറങ്ങിച്ചെന്ന് സന്ധിമജ്ജകളെ തുളച്ചു ചെല്ലുവാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. എന്നുവെച്ചാൽ നിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തിൽ ഇടയിൽ വന്ന് പ്രവർത്തിക്കുവാൻ ആ വചനത്തിന് കഴിയും. നമുക്കറിയാം, ഇസ്രയേൽ കഴിഞ്ഞ ആഴ്ച ഒരു അറ്റാക്ക് ചെയ്തു. 50 മീറ്റർ ഭൂമിക്കടിയിൽ ഇരുന്ന മനുഷ്യരെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചു. അപ്പോൾ തുളച്ച് ചെന്ന് അവർക്ക് അവരുടെ ആയുധത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. എത്ര ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ആയുധം അവരുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കപ്പാസിറ്റി അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവർ ധൈര്യത്തോടെ വെല്ലുവിളിക്കുന്നത്.
ഇന്ന് ഇതേ ആയുധം, ഇതിനേക്കാൾ പവർഫുള്ളായ ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ അതിനെ വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ നാം അറിയാത്തതുകൊണ്ട് പലപ്പോഴും നാം നമ്മുടെ പ്രശ്നങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സന്ധി മജ്ജകളെ തുളച്ചു കയറുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പവർ നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ജയം കൊള്ളാൻ പറ്റും. വചനം പ്രശ്നത്തെ മാത്രമല്ല, നമ്മുടെ കർത്താവിലേക്ക് കുറച്ചുകൂടെ അടുപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെന്ന് ദൈവത്തിന് ആവശ്യമില്ലാത്ത കാര്യം ഉണ്ടോ എന്ന് എന്നെ ശോധന ചെയ്ത് എന്നെ ക്ലിയറാക്കി വിശുദ്ധിയുടെ കർത്താവിൻ്റെ സ്ഥലയിൽ വയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഈ വചനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വചനത്തെ നമുക്ക് മുറുകെ ധൈര്യത്തോടെ പിടിക്കാൻ പറ്റും. ആ വചനം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ശത്രു എൻ്റെ അടുക്കലേക്ക് വരത്തില്ല. അവന് ഭയമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ വചനം എന്നുള്ള ആയുധം അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ, ശത്രു അതിനെ കണ്ടാൽ പേടിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളെ ധൈര്യത്തോടെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ വചനം നമുക്ക് കാണിച്ചു തരുന്നത്. വചനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുവാൻ, പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ, പ്രശ്നങ്ങളെ ജയിക്കുവാൻ ദൈവം നമ്മളെ